അത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യങ്ങളാണ് മിമിക്രിയിലൂടെ ചെയ്യുന്നത്. അതിന് ഏറ്റവും അധികം ഹിറ്റ് ചെയ്ത് നമ്മള് ഈ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഓഫ് ക്യാമറ പറഞ്ഞ പോലെ ഈ ഫിസിക്സിലോ പറയുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രോ, ഈ ആക്ച്വലി ബിടെക്കിന് കുറച്ച് സപ്ലി ഒക്കെ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഒരു 6 മാസം ഗ്യാപ്പ് വന്നപ്പോ കുറച്ച് ഇങ്ങനെ ഒരു 10 സപ്ലി ഉണ്ടായിരുന്നു ഓവറോൾ. കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് കുറച്ച് സിനിമയ്ക്കൊക്കെ പോയി അങ്ങനെ ഒരു വൈബ് പിടിച്ചു. അത് കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞിട്ട് കൂടുതലുള്ള കുറച്ച് പേർക്ക് പ്ലേസ്മെന്റ് ഒക്കെ ആയി. അപ്പൊ ഒരു എന്താ പറയാ, ഒരു 6 മാസം, ആദ്യത്തെ 6 മാസം ട്യൂഷൻ പഠിപ്പിക്കാൻ പോയിരുന്നു. ട്യൂഷൻ എന്ന് വെച്ചാൽ ക്ലാസ് പോലെ ഫിസിക്സ്, മാത്സ്, കമ്പ്യൂട്ടർ ബേസിക്സ്, കോഡിംഗ് ഒന്നും അല്ല, അങ്ങനെയൊക്കെ കുറച്ച് ബേസിക്സ് പഠിപ്പിക്കാനായിട്ട് ഒരു 6 മാസം അങ്ങനെ ഓടിയിരുന്നു. അപ്പൊ അത് ഈ ഇതുപോലെ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരുവിധം ബൈഹാർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അവരത് മിമിക്രിയിൽ പടച്ചൂടാ, ആരും അങ്ങനെ ട്രൈ ചെയ്ത് കണ്ടിട്ടില്ല. ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ആദ്യം ഇതൊന്നും വിടാന്ന് വിചാരിച്ചു. അത് ഒരുപാട് പേര് എൻജോയ് ചെയ്തു ബ്രോ. ഞാൻ പറഞ്ഞത് കുറച്ചൊരു റയർ കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ എന്നാലും ഇപ്പൊ പ്രചോദേട്ടൻ, ചേട്ടൻ അവരൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നതിന്. ഈ പാട്ടിലെ വേരിയേഷൻസ് കൊണ്ടുവരുന്നത് ആളുകൾ ചെയ്തിരുന്നു. പക്ഷെ എങ്ങനെയാന്ന് വെച്ചാൽ സുജാത അമ്മേനെ എടുത്തിട്ട് അവര് പാടുന്ന ഒരു പാട്ട്, ഇപ്പൊ സന്ധ്യ ആ പാട്ട് തന്നെയായിരിക്കും അവരെടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ദാസേട്ടനെ എടുക്കുകയാണെങ്കിൽ ജാതിഭേദം മതദ്വേഷം തന്നെയായിരിക്കും ദാസേട്ടനെ വെച്ചിട്ട് പാടുക. പക്ഷെ അജയ് വ്യത്യസ്തമാക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ പാട്ടിൽ തന്നെ പല 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 ആളുകളെ മാറി വരുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു, അതാണ് യുണീക്ലി ഐഡന്റിഫൈ ചെയ്തത് ആളുകൾ. ഒരു സ്പേസ് നമ്മളിങ്ങനെ ചെയ്യുന്ന ആളുകൾ ചിന്തിച്ചത് ആ പാട്ടിലെ ഒരു വെറൈറ്റി ചെയ്തു തുടങ്ങിയപ്പോ. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്ന വെച്ചാൽ പിച്ച് പോവാണ്ട് നോക്കാറുണ്ട് മാക്സിമം. പിന്നെ അതിന്റെ ഒരു എന്താ പറയാ, ഏതൊക്കെ ആക്ടേഴ്സ് വെച്ചാൽ എവിടെയൊക്കെ ഫിറ്റ് ആവും, മാക്സിമം വൃത്തികേടാവാണ്ട് ചെയ്ത് മാറി പോകാനാണ് പരിപാടി. ഈ പാട്ടിന്റെ മിമിക്രിയുടെ തുടക്കം എവിടുന്നാ? പാട്ടിന്റെ മിമിക്രി എന്റെ മോനൊരു സ്ഥലത്ത് ബ്രോ, ഞാൻ കുറെ നാള് ഞാൻ പറഞ്ഞല്ലോ കരിയർ ഒന്ന് ഡൗൺ ആയി 2018-19 ഞാൻ പഠിക്കാനായിട്ട് പിന്നെ സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ആദ്യം ഡെവലപ്പർ ആയിരുന്നു, കുറച്ചൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പഠിക്കാൻ വേണ്ടി കുറച്ചൊന്ന് ഡൗൺ ആയി മൊത്തത്തിൽ പോയ സമയത്ത് ഒരു ദിവസം മോൻ ഇങ്ങനെ, ഞാൻ പരിപാടിയൊക്കെ വിട്ടു. മിമിക്രിയൊക്കെ ഞാൻ മുമ്പ് ഏഷ്യാനെറ്റിലൊക്കെ മറ്റു ചാനലിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കോമഡി ഉത്സവത്തിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിട്ടു, കരിയറിലോട്ട് ശ്രദ്ധിച്ചപ്പോൾ മോനൊരു ദിവസം ഇങ്ങനെ കുതന്ത്രം റാപ്പ് ഇങ്ങനെ പാടുന്നുണ്ട് സ്റ്റേജിൽ നിന്ന്. അപ്പൊ കുറച്ചുപേരെ കൈയടിക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എനിക്കൊരു കൊതി, കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം എന്ന്. അപ്പൊ അപ്പോഴേക്കും ഭയങ്കര ഇൻസ്റ്റാഗ്രാം ഭയങ്കര ഫ്ലഡിങ് ആണ്, ഒരുപാട് ആളുകളൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഞാൻ കുറച്ച് ലാഗായി പോയി തിരിച്ചു വരാനായിട്ട്. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി, ജാട സോങ് എടുത്തിട്ട് മറ്റേ നിങ്ങൾ കേട്ടുണ്ടാവും, ഉച്ചത്തോഴരെ ആ സാധനം വെച്ചിട്ടാണ് പിന്നെ ഒരു റീ എൻട്രി കിട്ടുന്നത്. താഴെ വീണ കണ്ട് പല്ലിളിച്ച കൂട്ടരെ ആ സാധനം ചെയ്ത് അത് കയറി കൊളുത്തി സംഭവം. അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു, എനിക്ക് ഒരു തവണ എങ്ങാണ്ട് മഹേഷ് ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, സോങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് ഭയങ്കര റിഫ്രഷ്, ഒരു പുതിയൊരു സാധനം പോലെയാണ് ആദ്യമേ പോയി വീണത്. ഈ ജീവിതത്തില് മിമിക്രിയും പാട്ടും എപ്പോഴാ തുടങ്ങുന്നത്? ജീവിതത്തിൽ ഇപ്പോൾ കൊച്ചിലോട്ട് പള്ളിയിലൊക്കെ ഇങ്ങനെ പാട്ട് മത്സരങ്ങളൊക്കെ ഇങ്ങനെ വെക്കുമ്പോ പാടും. പാട്ട് പഠിച്ചിട്ടില്ല, പക്ഷെ ഇങ്ങനെ പള്ളിയിലൊക്കെ പാടും. വീട്ടിലാളുകൾ പാടും, ക്രിസ്ത്യൻസ് പപ്പായൊക്കെ പാടും, പിന്നെ അനിയത്തി പാടും കുറച്ച്, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അങ്കിളുമാരൊക്കെ കുറച്ച് അവര് ഈ അക്ഷര ശ്ലോകം പരിപാടിയൊക്കെ വീട്ടിൽ കളിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് പാട്ടുകൾ അവരിങ്ങനെ പാടും. എഡ്വിൻ ഗോമസ്, സന്തോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെയാണ് നമ്മൾ ഈ ഒരു സാധനം ഇട്ട് അതെ. പാട്ടല്ലാതെ പാടാറുണ്ടോ? അതായത് മിമിക്രിയായി ബന്ധമല്ലാതെ മിമിക്രി പെർഫോമൻസ് പാടിയിട്ടുണ്ട് ബ്രോ. അല്ലാതെ പാട്ട് പാടാറുണ്ട്. മറ്റേ ഓഫീസിലൊക്കെ ബാൻഡ് വരാറുണ്ട്, കൂടുതൽ ഹിന്ദി ഒക്കെ അങ്ങനെ തമിഴ് സോങ് ഒക്കെ അങ്ങനെ പാടിയിട്ടുണ്ട്. ഒരാളുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ പഠിക്കുമ്പോ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന കാര്യം എന്താ അവരില്ലേ? ഞാൻ അങ്ങനെയല്ല ബ്രോ, ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ ശ്രദ്ധിച്ച് എഫർട്ട് എടുത്ത് അങ്ങനെ പഠിക്കുന്നില്ല. എനിക്ക് ചിലരെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പൊ നമ്മൾ ഈ ക്യാരക്ടറിലോട്ട് കയറുന്ന പറഞ്ഞ പോലെ അങ്ങനെ ആ ഒരു ഇഷ്ടം കൊണ്ട് അങ്ങനെ അങ്ങ് അതിലോട്ട് കയറിയിട്ട് അങ്ങ് ചെയ്യുന്നതാണ്. എനിക്ക് അങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ഇത് വെച്ചിട്ട് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അതെനിക്കൊരു എന്റെ ഒരു നെഗറ്റീവ് ആക്ച്വലി. ഒരു പാട്ട് പാടിത്തരും. ഏതാ പറഞ്ഞ ബ്രോ? മിമിക്സ് ആണോ ഉദ്ദേശിക്കുന്നത്? ആദ്യം സാധാരണ ഒരു പാട്ട് കേൾക്കാം അജിയുടെ, അത് കഴിഞ്ഞ് മിമിക്രി കേൾക്കാം. ഓക്കെ. ഇഷ്ടമുള്ള ഗോ ടു സോങ് ആര് പറഞ്ഞാലും പെട്ടെന്ന് പാടുന്ന പാട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു പാട്ട്. ഓമൽ കിനാവുകളെല്ലാം കാലം നുള്ളിയെറിഞ്ഞപ്പോൾ ദൂരെ നിന്നും തെന്നൽ ഒരു ശോകനിശ്വാസമായി തളിർ ചൂടുന്ന ജീവന്റെ ചില്ലയിലെ രാക്കിളി പാടാത്ത യാമങ്ങളിൽ ആരോ വന്നെൻ കാതിൽ ചൊല്ലി തേങ്ങും നിന്റെ മൊഴി.
താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു ശാന്ത സംക്രമഗാനം ശാന്ത നൊമ്പരമായി. ചുമ്മാ പ്രാക്ടീസ് ഒന്നും ഇല്ല ബ്രോ, വെറുതെ ഒന്ന് പാടിയതാ. പാട്ട് പഠിച്ചിട്ടില്ല ഒഫീഷ്യലി? ഈ സംഗതികളൊക്കെ എങ്ങനെ കിട്ടുന്നു? ഇല്ല നമ്മള് കൊറേ ഓഫീസിലൊക്കെ ഇങ്ങനെ പാടും. കുറെ വർഷമായി, ഇപ്പൊ 13-14 വർഷമായി ഒരു കമ്പനിയിൽ തന്നെ. നമ്മുടെ കൂടെയുള്ള ഗൗതം അങ്ങനെ കൂടെയുള്ള കറക്റ്റ് ചെയ്ത് തരും ഇതിലൊക്കെ പാടുമ്പോ. കൂടെയൊക്കെ അവര് എന്റെ കൂടെ ഉള്ളവരൊക്കെ ആക്ച്വലി പ്രൊഫഷണലി പാടുന്നവരുണ്ട്. ഞാൻ കുറച്ച് ഹിന്ദിയൊക്കെ തമിഴൊക്കെ ഇങ്ങനെ സ്പീഡ് പാട്ടൊക്കെ പാടാറ് നോർമലി. അവര് പാടിക്കോ പോണെന്ന് പറയും, സെറ്റ് ചെയ്ത് തരും. മറ്റേ ശങ്കർ മഹാദേവന്റെയും ഹരിഹരന്റെ ഒക്കെ ഇപ്പം ഹരിഹരൻ സാറിന്റെ ഒരു പാട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ലിറിക്സ് എടുക്കണം. പുള്ളിയുടെ മെലഡി ഒന്നും അങ്ങനെ പാടാൻ പറ്റൂല. പുള്ളിയുടെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ചില അടിച്ചുപൊളി പാട്ടിൽ ഇപ്പൊ മറ്റേ സൂര്യയുടെ സിനിമയിലെ ഒരു പാട്ട്, എട്ടിത്തോടും വയത് ഇത് ഒരു വെട്ടുക്കത്തി പോൽ ഇരിക്കും அதிசயம் என்னவென்றால் அதன் இருபக்கம் கூறியிருக்கும் கனவுக்கு செயல் கொடுத்தால் அந்த சூரியனில் செடி முளைக்கும் புலன்களை அடக்கி வைத்தால் தினம் புது புது சுகம் கிடைக்கும் காலில் குத்தும் மானி உன் ஏனி என்று காமி பல இன்பம் மல்லி சேர்த்து ஒரு முட்டை கட்டி வாணி வாணி പല പലക്കിര പകലാനി. ഒരു മോഡുലേഷൻ പിടിച്ചിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ മലയാളത്തിൽ വാനവില്ലി നീയേ ചില പാട്ടുകളൊക്കെ അവരുടെ നീയും വാനോ ഒക്കെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. സ്പോട്ടിഫൈ ഒക്കെ ഇപ്പോഴല്ലേ വന്നത്, അതിന് മുന്നേ നമ്മൾ ഫുള്ള് ഹെഡ്സെറ്റും വെച്ച് അങ്ങനെ ഇരുന്ന് ഉറങ്ങിയൊക്കെ പോകും. അത്രയും പാട്ട് കേൾക്കുന്ന ഉദിത് നാരായണന്റെ പാട്ടുകൾ മുമ്പ് പാടുമായിരുന്നു. ഇപ്പൊ മറ്റേ മുന്തിരിപ്പാടമൊക്കെ പാടുമായിരുന്നു. ഇപ്പൊ എന്റെ സൗണ്ട് കുറച്ച് സോഫ്റ്റ്നെസ് അങ്ങ് പോയി. ശരിക്കും ഞാൻ കോളേജിൽ ചെയ്യുന്ന സാധനമാണ് ഈ മുന്തിരിപ്പാടവും. മുന്തിരിപ്പാടം പൂത്ത് നിൽക്കാൻ മുറ്റത്ത് കണ്ടോവാം മുത്ത് പോലെ നിന്ന നെഞ്ചിൽ കാത്ത് വെച്ചോളാം വെച്ചോളാം. ഇത് പക്ഷെ ഇപ്പൊ എന്റെ ആ ഒരു ഇതൊക്കെ പോയി. പുള്ളിയുടെ വോയിസ് പോയി. ഇപ്പൊ റഹ്മാൻ സാറൊക്കെ പറയുന്നുണ്ട് മാജിക്കൽ വോയിസ് എന്നൊക്കെ പറയാം. വോയിസ് മാത്രം അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ സ്വദേശി ലഗാൻ ഇതിലെ പാട്ടൊക്കെ ഇങ്ങനെ പുള്ളിയുടെ പാട്ട് ഭയങ്കര ഹിന്ദിയൊക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുമായിരുന്നു. പക്ഷെ പിന്നെ അപ്പൊ വേറെ തമിഴൊക്കെ പാടി വന്നപ്പോഴത്തേക്ക് എനിക്കത് ആ പണ്ടത്തെ ഒരു സുഖം കിട്ടാണ്ടായി. പുള്ളിയുടെ മറ്റേ എങ്കേയോ പാത്തമയക്കം എപ്പോതോ വാഴ്ന്ന അങ്ങനെയുള്ള തമിഴ് പാട്ടുകളുണ്ട്. ജോബി കസുമിക്കായി ഇതൊക്കെ നമ്മൾ ഒരുപാട് ഉദിതാണ്ടൊക്കെ കേൾക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ ശബ്ദം ഫുള്ളി മാറി. പുള്ളി എന്റെ കുറച്ചുകൂടെ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു ഒറ്റയും ഒരു അംബിഷൻ അങ്ങനെ ഉണ്ടായിരുന്നു? സിനിമക്കാരനോ അല്ല പാട്ടുകാരനാണോ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ ലൈഫില്? ഇല്ല ബ്രോ, ഇങ്ങനെ ചുമ്മാ പൊളിച്ചു കിടക്കുക, കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ആ ഓളത്തിനങ്ങ് പോവാ, EMI ഒക്കെ അടഞ്ഞു പോകണം. പറ്റുവാണെങ്കിൽ കുറച്ച് മിമിക്രി ഒക്കെ ചെയ്യാൻ പറ്റണം. വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്കങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ ബ്രോ. പറഞ്ഞ പോലെ കുറച്ച് ആളുകൾ നമ്മൾ കാണുമ്പോൾ തിരിച്ചറിയണം ഇവന് മിമിക്രി ചെയ്യാൻ പറ്റും, കൊള്ളാം, കുഴപ്പമില്ല. ഒരു സ്പോട്ട്ലൈറ്റ് കിട്ടണം, അത്രയൊക്കെ എല്ലാരും മതി. കോളേജിൽ നമുക്കറിയില്ല, കുറച്ച് നമ്മളൊക്കെ നോക്കും, ഒക്കെ ഒന്ന് വീണ്ടും നമുക്ക് ഒരു വൈബ് പിടിക്കാം. കോളേജിൽ അങ്ങനെ ഒരു സ്റ്റാർ ആയിരുന്നോ? ആളുകൾക്ക് സ്റ്റാർ ഒന്നും അല്ല അവന്മാര്, എന്നാൽ റോൾ പക്ഷെ മിമിക്രി ചെയ്യുമായിരുന്നു അത്യാവശ്യം നല്ല. ആ സമയത്തൊക്കെ ചെയ്യും. ഞാൻ സ്ഥിരം മറ്റേ പണ്ട് ലാലിന്റെ ഒക്കെ ബ്ലാക്കിലെ ഡയലോഗ് ഒക്കെ ഫുള്ള് ഒറ്റ സ്ട്രെച്ചിൽ പറയുമായിരുന്നു. പീ പറഞ്ഞ കൂരത്തെ കുട്ടിക്ക് അത്ര ഉണങ്ങുമ്പോ കൈ കരുതാറും ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആത്മവിശ്വാസം, അധികാരം, എനിക്കിലകരി അധികാരമായിരുന്നു. കൊല്ലാൻ, ശിക്ഷിക്കാൻ, ഒരു പട്ടണത്തിൽ ഒരു മനുഷ്യജീവിന്റെ തലമുറ മാറ്റാൻ കഴിയുന്ന അധികാരത്തിനകരി. എന്നെ നീ തല നിർത്തിട്ട് പോവാൻ പറഞ്ഞ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഡേവിഡ് കാർലോസ് എന്ന മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ബോർഡ് വെക്കണോ? ഇതിങ്ങനെ കോളേജില് കുറെ പയ്യന്മാരിങ്ങനെ ഒരുത്തിന് വില്ലനായിട്ട് വെച്ച് തരും. റഹ്മാന്, അവരുടെ പേര് രാഹുല്, രാജു, നമ്മുടെ പയ്യന്മാര്. അവന്മാർ ഒരുത്തനെ വെക്കുക. അപ്പൊ ഞാൻ അവിടെ കിട്ടുന്ന ഒരു കമ്പൊക്കെ എടുത്തിട്ട് വന്നിട്ട് അവന്മാർക്ക് ഒരു ഹരം, എനിക്കൊരു ഹരം, വേദനിപ്പിക്കുമ്പോൾ ഒരു ഹരം. എന്നിട്ട് ഒരുത്തനെ ശരിക്ക് കുത്തി വേദനിപ്പിച്ചിട്ട് കളിയുടെ പ്രാഥമിക പാഠങ്ങൾ മറന്നുകൊണ്ടുള്ള നിന്റെ പോക്ക് അതിന് വേണ്ട. യു ആർ ഡിസ്പ്രസ്ഡ്.
കൊല്ലുന്നതിന് മുമ്പ് നിനക്ക് എന്റെ പേര് കണ്ടേ, ഡെവിൻ കാർലോസ് പണവീടൻ, കാരമുള്ളിന്റെ ആസക്തികൾ മച്ചത്തേടിയത് പ്രാണനോ. ഈ സാധനം അടിച്ചു വിട്ടിട്ട് ചുമ്മാ ഒന്ന് രോഹിച്ചിട്ട് വിടും. പക്ഷെ അന്ന് ഈ ലാൽസാറിന്റെ ഈ ജംഗിളി റമ്മി ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. എപ്പം മുതലേ പുള്ളിയുടെ ശബ്ദം മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ മിമിക്രിക്കാരും ബാക്കിയോട് ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ല, പുള്ളിയെ ഇങ്ങനെ കുറെ പേരൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നു, അതൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്, വികലമാക്കും. ഞാനും ഇട്ട് ടോളാറൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് സാറിന് ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല, സാറിന്റെ കൂടെ ഒരു പരിപാടി, ഒരു പാട്ട് ഇങ്ങനെ ഒരുമിച്ച് നമ്മള് സ്റ്റേജിൽ പറഞ്ഞ് പാടിയിട്ടുണ്ട്. അപ്പൊ ഏഷ്യാനെറ്റിലാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര റീച്ച് ആയിരുന്നു ആ സമയത്ത്. ഹോട്ട്സ്റ്റാറിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അജി സ്റ്റീൽ ദ ഷോ എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു 4 എപ്പിസോഡിൽ അതുപോലെ. സോ അപ്പൊ ലാൽ സാറിന്റെ കൂടെ എനിക്ക് അങ്ങനെ ഭയങ്കര സ്നേഹമാണ്.